ഇവളാണ് ഇവ. വയസ്സ് 11. കോടനാട്ടുള്ള ആന പരിശീലന കേന്ദ്രത്തിൽ നിന്നാണ് ഇവളുടെ വരവ്. ഇവിടെ കുട്ടിയാനകളൊന്നുമില്ലാത്തതിനാലാണ് ഇവളെ കോടനാട്ട് നിന്നും കൊണ്ടുവന്നത്. കൊണ്ടുവരുമ്പോൾ പ്രായം 9. 2007 ഇവിടെ എത്തി. 6 മാസം പ്രായമുള്ളപ്പോൾ കോടനാട്ട് വനത്തിൽ നിന്നും കിട്ടിയതാണ് ഈ സുന്ദരി. ഒരു കുഞ്ഞിൻ്റെ മുഴുവൻ കുറുമ്പും ഇവൾക്കുണ്ട്. ഇതാ നോക്കിയേ, ആ ഡാൻസ് കണ്ടില്ലേ? ഉടലാകെ കുലുക്കി ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരുതരം തുള്ളൽ. സാമ്പാ താളത്തിൽ ആഫ്രിക്കൻ സുന്ദരിമാരുടെ ഭാവമാണിവൾക്ക്. ഇങ്ങനെ തുള്ളുന്നത് ആര് പ്രലോഭിപ്പിക്കുവാനാണ്? നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞതിൽ വല്ല വാസ്തവമുണ്ടോ? ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെയോ ഉണ്ട്. ആയിക്കോട്ടെ, ഇങ്ങനെ ഒത്തൊരുമിച്ച് ഏതൊരാണും പെണ്ണും കൂടിയാലും അല്പം റൊമാൻസൊക്കെ ഉണ്ടാവട്ടെ. ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവ ആനക്കൊട്ടിലിൽ എത്തുന്ന കാഴ്ചക്കാരെ ഒട്ടും ബോറടിപ്പിക്കാറില്ല. ആ കുസൃതികൾ തന്നെയാണ് പ്രധാന ആകർഷണവും. ഇവയുടെ പ്രധാന വ്യായാമങ്ങളിലൊന്ന് നടത്തമാണ്. കാടിൻ്റെ കൂറ് പൂർണ്ണമായും ശരീരത്തിൽ നിന്നും വിട്ടുപോകാത്തതുകൊണ്ട് 2 കാലുകളിലും ചങ്ങലകൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചാടിച്ചാടിയുള്ള നടത്തം. കുറച്ച് നാൾ കൂടി ഇവൾക്കിങ്ങനെ നടക്കേണ്ടി വരും. ആറ്റിൽ കുളിക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ മറ്റൊരു വിനോദം. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നീരാടാൻ ഈ കുറുമ്പിക്ക് ഇഷ്ടമാണ്. ആവശ്യത്തിന് ഭക്ഷണവും ചികിത്സയുമെല്ലാം കിട്ടുന്നതിൻ്റെ സന്തോഷം ഈ ശരീരഭാഷയിൽ തന്നെയുണ്ട്. ഇവയെ പരിശീലിപ്പിക്കുന്ന 1-ാം പാപ്പാൻ സുകുമാരൻ നായരും 2-ാം പാപ്പാൻ പരമേശ്വരൻ നായരുമാണ്. ഇവരുടെ വാക്കുകളിൽ ഈ കുട്ടിക്കുറുമ്പിയോടുള്ള മുഴുവൻ സ്നേഹവാത്സല്യങ്ങളുമുണ്ട്. ഇവിടെ വന്നിട്ട് 3 വർഷമായുള്ളൂ. ഇതിന് 11 വയസ്സുണ്ട്. ഇതിനെ കിട്ടിയത് കോടനാടാണ്. കോടനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് കുഞ്ഞിലെ കിട്ടിയ ആനയാണ്. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ നല്ല രീതിയിലെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇടയ്ക്ക് എല്ലാം റെഡിയായിട്ടുണ്ട്. അതിപ്പോൾ കുഞ്ഞായതുകൊണ്ട് വികൃതി ഉണ്ടാവും. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഔട്ടാണ്. അങ്ങനെ അത് ചില ചുണ്ടികളൊക്കെ കാണിക്കും. അത് നമ്മൾ അതിൻ്റെ പരുവനുസരിച്ച് അതിനെ ഉപദ്രവിക്കാതെയും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഇണക്കിയെടുക്കുക. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ശരിയാണ് സാറേ. അതിൻ്റെ രീതിക്ക് അതിൻ്റെ സ്വഭാവത്തിനും നമ്മൾ മാറ്റം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിക്കുന്നിടത്തൊക്കെ നിൽക്കത്തില്ല. അപ്പോൾ അതിനോട് ഒരു താല്പര്യമായിട്ടും സ്നേഹമായിട്ടും പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിൽക്കും. രാവിലെ നടത്തം, കുളി, ഉച്ചയോടെ ഭക്ഷണം, ചില്ലറ പരിശീലനങ്ങൾ, ഇങ്ങനെ ഇവ എന്ന ഈ സുന്ദരിയുടെ ദിനങ്ങൾ കടന്നുപോകുന്നു. ചിട്ടയായ പരിശീലനത്തിലൂടെ മാത്രമേ കാടിൻ്റെ കാറും കോളുമെല്ലാം ഇവയുടെ ശരീരത്തിൽ നിന്നും വിട്ടൊഴിയുകയുള്ളൂ. ഇവൾ അത്തരമൊരു രൂപാന്തര ഘട്ടത്തിലാണ്. ആ ഘട്ടം കടക്കുമ്പോൾ മാത്രമേ ഈ ലോകം വിട്ട് പുറത്തേക്കുള്ള സഞ്ചാരം തുടങ്ങുകയുള്ളൂ. സുരേന്ദ്രനും ഒരുപക്ഷെ ആ മുഹൂർത്തത്തിനു വേണ്ടി ആയിരിക്കാം കാത്തിരിക്കുന്നത്.